അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹ എന്നാണ്. നിന്നെ കാണാണ്ടായപ്പോ ഞങ്ങൾ അങ്ങിരുന്നു. ഒരു പാത്രം ഇങ്ങെടുക്കുമാലു. ഇവരെ ഞാൻ എവിടെയോ, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. എന്തിനാ പിണക്കമെന്നോടെന്തിനാ അല്ല പൊന്നെ കൽബ് വേദന എന്നെ കെട്ടിലാണ് വിട്ട് വീട്ടിലാക്കിയതെന്തിനാ അവള് കുളിക്കുക. എങ്ങനുണ്ട്? ഇത് നീ തന്നെയാ? നിനക്ക് ഇത്ര ബുദ്ധിയാ? ഇതൊക്കെ എന്ത്? ഇതൊക്കെ ചെറുതല്ലേ? കൊച്ചൂട്ടം വന്നിരുന്നു. സ്വർണ്ണം എടുക്കാൻ എന്ന് ചെല്ലൂന്ന് അറിയാൻ രാധാകൃഷ്ണന്റെ അമ്മാവൻ പറഞ്ഞു വിട്ടതാ. ബുധനാഴ്ചന്ന് പറഞ്ഞു ഞാൻ. എന്തൊരു നവരസം! ഇങ്ങനെ വേണം അഭിനയിക്കാൻ. ബുധനാഴ്ച എടുത്തുകൂടെ? ഓ, എന്നു വേണമെങ്കിലും എടുക്കാം. ചൊവ്വാഴ്ച കാശെടുക്കല്ലേ? തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. എന്താ ശോഭേ? ശോഭേ, മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേള്ളു. എന്താ പറ്റിയതാവോ? മനം പുരട്ടിയും തോന്നുന്നു. മനസ്സിൽ പിടിക്കാതെ വല്ലതും കഴിച്ചിട്ടുണ്ടാവും. ഒന്നുമില്ല, നീ എവിടെ ഇരിക്കെ, ഞാൻ നോക്കിക്കോളാം. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. ഒരു വിളർച്ചയും ഒരു അലസതയും. വൈകിട്ട് ടൗണിൽ പോയി ഏതെങ്കിലും നല്ലൊരു ലേഡി ഡോക്ടറെ കാണിക്കേ. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. കൃഷ്ണ, ഗുരുവായൂരപ്പ, നിനക്ക് മനസ്സിലായില്ലേ? കുടുംബത്തെ അംഗസംഖ്യ കൂടാൻ പോണു. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. ട്രൈ. ഇത്തിരി വെള്ളം കൂടി കുടിക്കേ. മതി, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്തിരി കുടിക്കും മോളെ, ഇല്ലെങ്കിൽ എന്നെയും ഛർദിക്കും. ഛർദിച്ചോട്ടെ. നമസ്കരിക്കുന്നു. എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം. വേണ്ടെങ്കിൽ കുടിക്കണ്ട. വേഗം റെഡിയാവും. നമുക്ക് ആ ഡോക്ടർ മല്ലിയെ ഒന്ന് കാണാം. എനിക്കൊരു ഡോക്ടറെയും കാണണ്ട. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. നിങ്ങളുടെ ഏട്ടനോടൊന്ന് പറഞ്ഞാ മതി. ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും പാടത്തുനിന്ന് നേരെ കയറി വരാണ്ടിരിക്കാം. ചെളിയുടെയും വേർപ്പിന്റെ നാറ്റം സഹിക്കാൻ പറ്റണില്ല. മോനെ, നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. ഞെട്ടിച്ച് കളഞ്ഞല്ലോ ചെക്കൻ. എന്റെ ഭർത്താവിന് ചെളിയുടെയും വേർപ്പിന്റെയും നാറ്റമുണ്ട്. ഈ നിൽക്കുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവ്, ആ ചെളിയുടെ വേർപ്പിന്റെ വിലയാ. അതുകൊണ്ട് ഞാൻ സഹിച്ചോണ്ടോന്നുണ്ടോ? എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ നീ. വേറൊന്നുമല്ല പറഞ്ഞത്. വേർപ്പും ചെളിയും കഴി വൃത്തിയാക്കി വരണമെന്നേ ഞാൻ മീൻ ചെയ്തുള്ളൂ. എന്നാലും അത് ഇൻസൾട്ട് ആയി. എന്റെ ഏട്ടാ, ആ വേർപ്പിന്റെയും ചെളിയുടെയും മണം നമ്മുടെ മണോ? ഈ വീടിന്റെ മണോ? എന്നിട്ടും കേട്ട് നിക്കണ്ടല്ലോ. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. സുധേ, ശോഭ മീൻ ചെയ്തത് എന്ത് മീൻ ചെയ്താലും ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ മുഖത്തടിച്ചേനെ. ആരായാലും നിനക്കെന്നെ അടിക്കണോ അല്ലേടി? എന്റെ മനസ്സിൽ നിങ്ങളെ ഞാൻ 1000 വട്ടം അടിച്ചു കഴിഞ്ഞു. മിണ്ടാതെ പോടി ഇവിടുന്ന്. അവള് പ്രസവിക്കണം. വേണ്ട, അവള് പറയട്ടെ, ഞാനത് കേൾക്കണം. തോന്നിയ ദിവസം പറയാനുണ്ടല്ലോ. ശോഭയ്ക്ക് ഒരു വാക്ക് പഴച്ചു, അതിന് എല്ലാവരും കൂടെ അവളിട്ട് മറക്കണം. നിന്റെ കല്യാണം നടക്കണമെങ്കിലേ ഈ ശോഭ തന്നെ കനിയണം. അതറിയാമോ നിനക്ക്? അറിയാം. എന്നിട്ടാ നീ അവളുടെ നേരെ കിടന്ന് ചാടുന്നത്? അവളുടെ കാശ് വേണം എല്ലാവർക്കും. അവള് ചീത്ത എന്ന് വെച്ചാ എന്റെ വല്യാട്ടിനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ, ഞാനത് സഹിക്കില്ല. എനിക്ക് ആരുടെ കനിവ് വേണ്ട. ആദ്യമായിട്ടാ എന്റെ നാടകത്തിന്റെ അവസാനം കൈയടി കിട്ടുന്നത്.